ഓം ശണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. വർഷകാലത്തെ 4 മാസം കഴിഞ്ഞിട്ടും അനിരുദ്ധൻ മടങ്ങിയെത്താത്തതിനാൽ യദുവംശത്തിലെ അംഗങ്ങൾ ഏറെ പരിഭ്രാന്തരായി. ആ ബാലനെ കാണാതായത് എങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഭാഗ്യവശാൽ ഒരു ദിവസം നാരദമുനി അവിടെ എത്തി അനിരുദ്ധൻ കൊട്ടാരത്തിൽ നിന്ന് അപ്രത്യക്ഷമായ വിവരം കുടുംബത്തെ അറിയിച്ചു. ബാണാസുരൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ശോണിതപുരത്തേക്ക് അനിരുദ്ധനെ കൊണ്ടുപോയതും ബാണാസുരൻ്റെ ഭടന്മാർ അനിരുദ്ധൻ തോൽപ്പിച്ചെങ്കിലും അവനെ ബാണാസുരൻ നാഗപാശം കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ച വിവരവും നാരദര് ദ്വാരകയിൽ വിസ്തരിച്ച് പറഞ്ഞു. ഈ വാർത്തയും സംഭവങ്ങളുടെ മറ്റു വിശദാംശങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. കൃഷ്ണനോട് യദുവംശത്തിലെ എല്ലാ ആളുകൾക്കും അത്യന്തം വാത്സല്യമായിരുന്നു. അവർ ഒത്തുചേർന്ന് ശോണിതപുരത്തെ ആക്രമിക്കാൻ ഒരുമ്പിട്ടു. പ്രത്യുമ്നൻ, സത്യാഗി, സാമ്പൻ, സാരണൻ, നന്ദൻ, ഉപനന്ദൻ, ഭദ്രൻ എന്നിവരുൾപ്പെടെ യദുവംശത്തിലെ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടി 18 അക്ഷോഹിണി സൈന്യവ്യൂഹത്തെ സമാഹരിച്ചു. അവരെല്ലാം ഒരുമിച്ച് ചതുരംഗപ്പടയോടെ ശോണിതപുരം വളഞ്ഞു. പല പല വൻമതിലുകളും കവാടങ്ങളും സമീപസ്ഥലങ്ങളായിരിക്കുന്ന ഉദ്യാനങ്ങളും തകർത്തു. യാദവ സൈന്യം നഗരത്തെ ഉപരോധിച്ചിരിക്കുന്ന വിവരം ബാണാസുരന് അറിവ് കിട്ടി. കോപിഷ്ഠനായ അദ്ദേഹം തുല്യ ശേഷിയുള്ള സ്വന്തം സൈന്യത്തോട് ഉടൻ അക്രമികളെ നേരിടാൻ കൽപ്പിച്ചു. ബാണാസുരനോട് അത്യന്തം കാരുണ്യമുള്ള ശിവൻ ധീരന്മാരായിരിക്കുന്ന കാർത്തികേയൻ ഗണപതി പുത്രന്മാരാൽ അനുഗതങ്ങളായിക്കൊണ്ട് തൻ്റെ ഭൂതഗണങ്ങൾ, തനിക്ക് പ്രിയപ്പെട്ട നന്ദികേശൻ എന്നിവരെല്ലാം യുദ്ധത്തിനായിക്കൊണ്ട് ബാണാസുരനെ സഹായിക്കാൻ പുറപ്പെട്ടു. ഭഗവാൻ കൃഷ്ണനും ബലരാമനും എതിരായിട്ട് പോർ നയിച്ചത് ശിവനും ശൂരന്മാരായിരിക്കുന്ന ഭൂതഗണങ്ങളും ഒരു വശത്ത്, പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനും ജ്യേഷ്ഠ സഹോദരൻ ബലരാമനും മറുവശത്ത്. എത്ര ഭീഷണമായിരിക്കും ആ യുദ്ധം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ യുദ്ധം കണ്ടവരൊക്കെ അന്തം വിട്ടുപോയി. അത്ര കരാളമായിരുന്നു അത്. അവരുടെ ശരീരത്തിലെ രോമങ്ങൾ ഓരോന്നും എഴുന്നേറ്റ് നിന്നു. ശിവനാണ് ഭഗവാൻ കൃഷ്ണനോട് ഏറ്റുമുട്ടുന്നത്. പ്രത്യുമ്നൻ കാർത്തികേയനെ നേരിട്ടു. ഭഗവാൻ ബലരാമൻ ഏറ്റുമുട്ടിയത് ബാണാസുരൻ്റെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന കുംഭാണ്ഡനോടാണ്. കുംഭാണ്ഡനെ സഹായത്തിനായിരിക്കെ കൂപകർണനും ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ പുത്രൻ സാമ്പൻ ബാണാസുരൻ്റെ പുത്രനുമായിട്ടാണ് യുദ്ധം ചെയ്തത്. ബാണാസുരൻ യാദവ സൈന്യാധിപനായിരിക്കുന്ന സത്യാഗിയോട് ഏറ്റുമുട്ടി. ഇപ്രകാരം യുദ്ധം മുറുകി. യുദ്ധവാർത്ത പ്രപഞ്ചം മുഴുവൻ പരന്നു. ഒരു ഭാഗത്ത് ശിവനും അനുയായികളും, മറുഭാഗത്ത് ഭഗവാനും കൃഷ്ണനും അനുയായികളും. ഇങ്ങനെ ചേരിതിരിഞ്ഞ് പരസ്പരം നടത്തുന്ന യുദ്ധം കാണാനുള്ള കൗതുകത്തോടെ മഹർഷിമാർ, പുണ്യാത്മാക്കൾ, സിദ്ധന്മാർ, ദേവന്മാർ, ചാണുരന്മാർ, ഗന്ധർവന്മാർ എന്നിവർ ഉപരിലോകങ്ങളിൽ നിന്ന് ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർ അവരവരുടെ ആകാശ വിമാനങ്ങളിൽ കയറി യുദ്ധഭൂമിക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. ശിവൻ ഭൂതനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഡാഗിനികൾ, പിശാചുകൾ, കുഷ്മാണ്ഡങ്ങൾ, വേതാളങ്ങൾ, വിനായകൻ, ബ്രഹ്മരക്ഷസുകൾ. ഇക്കൂട്ടത്തിൽ ബ്രഹ്മരക്ഷസുകൾ ഏറെ ശക്തരാണ്. ബ്രാഹ്മണരുടെ പ്രേതങ്ങളെയാണ് ബ്രഹ്മരക്ഷസുകൾ എന്ന് പറയുന്നത്. എന്നിങ്ങനെ പാതാള ലോകങ്ങളിൽ എല്ലാവരും ശക്തന്മാരായിരിക്കുന്ന ഭൂതഗണങ്ങളും പ്രേതങ്ങളും സഹായികളാണെന്ന് ഇതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്. ഇവിടെ ശിവനും കൃഷ്ണനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ശൈവ വൈഷ്ണവ യുദ്ധമാണ്. അപ്പോൾ പണ്ട് തന്നെ ഇതൊക്കെ അരങ്ങേറിയിരുന്നു. ശൈവ വൈഷ്ണവ ശത്രുത ഉണ്ടാകുന്ന കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാരണം നിമിത്തമായത് ഭക്തനായിരിക്കുന്ന ഒരു ബാണാസുരന് വേണ്ടിയിട്ടാണ്. ശിവൻ ബാണാസുരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബസമേതം വന്ന് ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ശോണിതപുരത്ത് വന്ന് താമസിക്കുകയുണ്ടായി.
കാരണം എന്താ? ഭക്തിയുടെ പ്രഭാവം കൊണ്ട്. അപ്പോൾ ബാണാസുരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ ബാണാസുരൻ്റെ അടിമയായിട്ട് മാറിയിട്ട് കുടുംബവും തൻ്റെ ഭൂതഗണങ്ങളും ഭൂതപ്രേത പിശാചുകളാകുന്ന ആ സംഹാരമൂർത്തിയുടെ സകല സഹായികളും ഇവിടെ കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ വന്നു. കൃഷ്ണനും അനുയായികളും ഒരു വശത്തും ശിവനും അനുയായികളും മറുവശത്തും. ബാണാസുരൻ ശിവൻ്റെ ഭക്തൻ മാത്രമാണ്. പക്ഷേ ശിവനാണ് ഈ യുദ്ധത്തിന് നായകനായിട്ട് നിൽക്കുന്നത്. തൻ്റെ പുകൾപറ്റ ശാരംഗം എന്ന വില്ലുപയോഗിച്ച് ഇക്കണ്ട പ്രേതങ്ങളെ മുഴുവനും പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ യുദ്ധഭൂമിയിൽ നിന്ന് തുരത്തി. അപ്പോൾ ശിവൻ തൻ്റെ തിരഞ്ഞെടുത്ത ആയുധങ്ങൾ മുഴുവൻ ഭഗവാന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങി. പ്രത്യായുധങ്ങൾ കൊണ്ട് അവയെ മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ നിഷ്പ്രയാസം നേരിട്ടു. ഇന്നത്തെ അണുവായുധത്തിന് സമാനമായിരിക്കുന്ന അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും അന്നും ഉണ്ടായിരുന്നു. അതാണ് ബ്രഹ്മാസ്ത്രം. പലതരത്തിലുള്ള അസ്ത്രങ്ങളും അതേ അസ്ത്രം കൊണ്ട് തന്നെ അതിനെയൊക്കെ നശിപ്പിക്കാനും അന്നും സാധിക്കുമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ടും വായുവാസ്ത്രത്തെ പർവ്വതാസ്ത്രം കൊണ്ടും യുദ്ധഭൂമിയിൽ പ്രചണ്ഡമായിരിക്കുന്ന കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന ഒരു അസ്ത്രം ശിവൻ പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ കൊടുങ്കാറ്റിനെ തടയിടാൻ കഴിവുള്ള പർവ്വതാസ്ത്രം പ്രയോഗിച്ചു. അതേപോലെ സർവനാശകനായിരിക്കുന്ന ആഗ്നേയാസ്ത്രത്തെ നേരിടാൻ ഭഗവാൻ കൃഷ്ണൻ ശക്തമായിരിക്കുന്ന പേമാരി പർജന്യം എന്ന അസ്ത്രത്തെ ഉപയോഗിച്ച് അതിഭയങ്കരമായിരിക്കുന്ന മഴ പെയ്ച്ചു. ഒടുവിൽ ശിവൻ സ്വന്തം അസ്ത്രമായിരിക്കുന്ന പാശുപതാസ്ത്രം പ്രയോഗിച്ചപ്പോൾ കൃഷ്ണൻ പ്രത്യസ്ത്രമായിട്ട് നാരായണാസ്ത്രം പ്രയോഗിച്ചു. അപ്പോഴേക്കും ശിവൻ അത്യന്തം കോപിഷ്ഠനായി. ഈ സമയത്ത് കൃഷ്ണൻ ജംബുകാസ്ത്രം പ്രയോഗിച്ചു. ഈ അസ്ത്രം പ്രയോഗിച്ചാൽ എതിരാളികൾ അവശരായി യുദ്ധം നിർത്തും. അവർ കോട്ടവായിട്ട് തുടങ്ങും. അങ്ങനെ ശിവൻ അത്യന്തം ക്ഷീണിതനായി. തുടർന്ന് യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. കോട്ടവായിടാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ ശിവന്റെ ആക്രമണത്തിൽ നിന്ന് ബാണാസുരൻ്റെ ഉദ്യമങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അദ്ദേഹം അയാളുടെ സ്വകാര്യ ഭടന്മാരെ വാളുകൊണ്ടും ഗത കൊണ്ടും വകവരുത്താൻ തുടങ്ങി. അതായത് ശിവനും കൃഷ്ണനുള്ള യുദ്ധത്തിൽ ഭഗവാൻ പ്രയോഗിച്ച ഒരു അസ്ത്രമായിരിക്കുന്ന പാശുപതാസ്ത്രം അയച്ചപ്പോൾ കൃഷ്ണൻ പ്രത്യസ്ത്രമായിട്ട് നാരായണാസ്ത്രം പ്രയോഗിച്ചു. ഈ നാരായണാസ്ത്രം പ്രയോഗിച്ചത് ശിവൻ അത്യന്തം കോപിഷ്ഠനായി. ഈ സമയത്ത് കൃഷ്ണൻ ജംബുകാസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം പ്രയോഗിച്ചാൽ പിന്നെ സൈന്യങ്ങളും ആരൊക്കെ പ്രതിയോഗികളോ അവരൊക്കെ കോട്ടവാ വിടാൻ തുടങ്ങുകയും ചെയ്യും. അവസാനം ഇവർ ക്ഷീണിതരാകും. ആ അസ്ത്രം കൊണ്ട് ശിവന് വരെ കോട്ടവാ വിടാൻ തുടങ്ങുകയും പിന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഒരു മയക്കം പോലെ ഉണ്ടായിരുന്നത്. അത്യന്തം ക്ഷീണിതനായി. തുടർന്ന് യുദ്ധം ചെയ്യാൻ ശിവൻ വിസമ്മതിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ ബാണാസുരൻ്റെ സൈന്യത്തെയും നശിപ്പിക്കാൻ തുടങ്ങി. അയാളുടെ സ്വകാര്യ ഭടന്മാരെ വാളുകൊണ്ടും ഗത കൊണ്ടും വകവരുത്താൻ തുടങ്ങി. ഈ സമയം എത്രയും കൃഷ്ണൻ്റെ പുത്രനായിരിക്കുന്ന പ്രത്യുന്നൻ ദേവന്മാരുടെ സേനാധിപനായിരിക്കുന്ന കാർത്തികേയനുമായിട്ട് കടുത്ത യുദ്ധത്തിലായിരുന്നു. കാർത്തികേയനും മുറിവേറ്റു. ധാരാളം രക്തപ്രവാഹമുണ്ടായി. ഈ അവസ്ഥയിൽ അദ്ദേഹം യുദ്ധക്കളം വിട്ട് കാർത്തികേയനും സ്ഥലം വിട്ടു. ദേവസൈന്യാധിപനായിരുന്ന കാർത്തികേയൻ പോലും ശ്രീകൃഷ്ണൻ്റെ സൈന്യത്തോടില്ലേ ശ്രീകൃഷ്ണൻ്റെ മകനോട് ഏറ്റുമുട്ടി പരാജയപ്പെടേണ്ടി വന്നു എന്നർത്ഥം. അതേപോലെ തന്നെ ഭഗവാൻ ബലരാമൻ ബാണാസുരൻ്റെ സൈന്യാധിപനായിരിക്കുന്ന കുംഭാണ്ഡനെ ഗതം കൊണ്ട് തല്ലി തകർത്തു. കൂപകർണനും മുറിവേറ്റു. അവരിരുവരും പോർക്കളത്തിൽ വീണു. സർവ്വസൈന്യാധിപനും മാരകമായ മുറിവേറ്റു. നിയന്ത്രിക്കാൻ ആളില്ലാതെ ബാണാസുരൻ്റെ സൈന്യം അങ്ങും ഇങ്ങും ചിതറി. അപ്പോൾ അതിഭയങ്കരമായിട്ടൊരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, ശിവശക്തിയും തൻ്റെ ഭക്തനായിരിക്കുന്ന ബാണാസുരന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബസഹിതവും ഭൂതഗണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭക്തനെ സഹായിക്കുകയാണ്. അങ്ങനെ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദേവന്മാർ ആത്മനിയന്ത്രണം ഇല്ലാതെ വരും, എന്നിട്ട് ചിലപ്പോൾ ഭക്തന്മാരുടെ അടിമയായി പോകുമെന്ന് പറഞ്ഞു. ഇത് വളരെ സൂക്ഷിക്കണമെന്ന് ബ്രഹ്മാവ് സൃഷ്ടിയിൽ തന്നെ ദേവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം. ആത്മനിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിക്കും. അത് നിങ്ങൾ ആത്മനിയന്ത്രണത്തിനായിക്കൊണ്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ശിവന് പോലും പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഇവിടെ ബാണാസുരൻ്റെ മുമ്പിലും
അപകടത്തിൽപ്പെട്ടു, കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു ഭക്തന് വേണ്ടിയിട്ട്. തൻ്റെ ഭടന്മാരും. അപ്പോൾ ഭക്തിഭാവത്തിൽ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഈശ്വരനെ ഭജിക്കുന്നോ ഒരു ഘട്ടത്തിൽ ആ ഈശ്വരൻ തന്നെ ഏത് ഭാവത്തിലുള്ള ദേവനതയെ ഭജിച്ചാലും ഭക്തൻ്റെ സ്വാധീനത്തിൽ വരുന്ന അവസ്ഥയിലേക്കുണ്ടാവും. അപ്പോൾ ഭക്തൻ ലിമിറ്റ് കൂടുതൽ അഹങ്കാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഈശ്വര ശക്തിയെ ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യാൻ ഉപയോഗിക്കാൻ തുടങ്ങും. അത് അവൻ്റെ തന്നെ നാശത്തിനിട വരും. ഭക്തിയുടെ പ്രഭാവം കൊണ്ടാണ് വരം കൊടുക്കുന്നതൊക്കെ. പക്ഷേ വാഗ്ദാനം ലംഘിക്കാൻ പറ്റാത്ത വരം കൊടുത്താലോ? അങ്ങനെ ഒരു വരം ശിവൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഭക്തൻ്റെ അടിമയായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ബാണാസുരൻ്റെ ഭക്തി കൊണ്ടുമില്ലേ തന്നോട് തൻ്റെ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് നീ ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ബാണാസുരൻ പറഞ്ഞു, എൻ്റെ രക്ഷകനായിട്ട് നിൽക്കണം, എന്നെ ആരും ആക്രമിക്കാൻ വന്നാൽ അങ്ങ് എന്നെ രക്ഷിക്കണം എന്നുള്ളൊരു വരമാണ് ചോദിച്ചത്. അത് ഭഗവാൻ അന്നത്തെ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. അത് പിന്നീട് അവർക്ക് പോലും അവർക്ക് തന്നെ ദോഷമായിട്ട് വന്നു ഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെയാണ് ശ്രീകൃഷ്ണനുമായിട്ട് വരെ ഏറ്റുമുട്ടേണ്ടി വന്നത്. അതിന് സാഹചര്യമൊക്കെ പിന്നീട് ഉണ്ടാകുന്നതാണ്. ഇപ്പം ബാണാസുരൻ്റെ പുത്രി ശ്രീകൃഷ്ണൻ്റെ പൗത്രനെ സ്നേഹിച്ചു, ഇല്ലെങ്കിൽ കൊണ്ടുവന്നു, അവിടുന്ന് കടത്തിക്കൊണ്ടുവന്നു ഇവിടെ രഹസ്യമായിട്ട് താമസിപ്പിച്ചു. എന്നിട്ട് അച്ഛനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ബാണാസുരനെ ജയിലിലടച്ചു. അതാണ് കാരണം ഇവർ തമ്മിലുള്ള യുദ്ധത്തിനുണ്ടായത്. അപ്പോൾ എന്തായാലും തൻ്റെ ഭടന്മാരും സർവ്വസൈന്യാധിപനും പരാജയനായി കണ്ട ബാണാസുരൻ കോപം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കൃഷ്ണൻ്റെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന സത്യാഗിയുമായുള്ള യുദ്ധം മതിയാക്കുകയാണ് ബുദ്ധിയെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിന് പകരം ഭഗവാൻ കൃഷ്ണനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാം എന്ന് തീരുമാനിച്ച് കൃഷ്ണനെ പോയി ആക്രമിച്ചു. അങ്ങനെ 1000 കൈകളും ഉപയോഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഏകകാലത്ത് തന്നെ 500 വില്ലും 2000 അസ്ത്രങ്ങളും വില്ലിൽ നിന്ന് തന്നെ 10 അസ്ത്രങ്ങൾ വച്ച് വിട്ട് 2000 അസ്ത്രങ്ങളും ശ്രീകൃഷ്ണൻ്റെ നേരെ പ്രയോഗിച്ചു. കൃഷ്ണൻ്റെ നേരെ കുതിച്ചു. ഇത്തരം ഒരു വിഡ്ഢിത്തം കൃഷ്ണൻ്റെ ശക്തി ഇളക്കാനാവില്ലല്ലോ. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രയാസപ്പെടാതെ ബാണാസുരൻ്റെ വില്ലുകളും കൃഷ്ണൻ 2 കഷ്ണങ്ങളായിട്ട് ഒടിച്ചു. ഒപ്പം മുന്നോട്ട് ഗതി തടയാൻ അയാളുടെ തേർക്കുതിരകളെ നിലംപരിശാക്കി. രഥം തകർത്തു, പല കഷ്ണങ്ങളായി വീണു. തുടർന്ന് കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. വിജയത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ശംഖ് മുഴക്കിയത്. കോഠര എന്നൊരു ദേവതയെ ബാണാസുരൻ ആരാധിച്ചിരുന്നു. മാതൃപുത്ര ബാധകമാണ് അവർ തമ്മിലുള്ള ബന്ധം. ബാണാസുരൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട കോഠരയുടെ മനം കലങ്ങി. അതിനാൽ അവൾ രംഗത്തെത്തി. നഗ്നമായ ശരീരവും പാറിപ്പറക്കുന്ന മുടിയുമായിട്ട് അവൾ ഭഗവാൻ കൃഷ്ണൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒരു സ്ത്രീയുടെ നഗ്നരൂപം കാണാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അവളെ കാണാതിരിക്കാനായിക്കൊണ്ട് അദ്ദേഹം മോന്തിരിച്ചു. കൃഷ്ണൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട് ഈ അവസരം ഉപയോഗിച്ച് ബാണാസുരൻ പോർക്കളം വിട്ടോടി. വില്ലുകളുടെ മുഴുവൻ ഞാണുകൾ മുറിഞ്ഞു പോയിരുന്നു. സാരഥിയില്ല, രഥമില്ല. അതിനാൽ അയാൾക്ക് സ്വന്തം നഗരത്തിലേക്ക് മടങ്ങിയല്ലാതെ ഗത്യന്തരമില്ലാതായി. യുദ്ധത്തിൽ അയാൾക്ക് സർവ്വവും നഷ്ടപ്പെട്ടു. കൃഷ്ണൻ്റെ അസ്ത്രങ്ങളാൽ നിരന്തരം വല്ലാതെ പീഡിതരായപ്പോൾ ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ക്ഷത്രിയർ, കുട്ടിച്ചാത്തൻ ഇല്ലെങ്കിൽ ശിവൻ്റെ ഗണങ്ങളെല്ലാം തന്നെ പോർക്കളം വിട്ട് ഓടി. ഉടൻ ശിവൻ തൻ്റെ അറ്റകൈ പ്രയോഗിച്ചു. ശിവജ്വരം മാരകായുധം എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരുന്നത്. അപ്പോൾ ശിവജ്വരം എന്ന മാരകായുധം ആണ് യുദ്ധത്തിനായിക്കൊണ്ട് പറഞ്ഞു വിട്ടു. അത് പ്രയോഗിച്ചു ശ്രീകൃഷ്ണനോട് യുദ്ധം. അളവറ്റ ചൂട് മൂലം സർവ്വതിനെയും ദഹിപ്പിക്കുകയാണ് ശിവജ്വരത്തിൻ്റെ പ്രകൃതം. പ്രപഞ്ചത്തിൻ്റെ നാശകാലത്ത് അഥവാ പ്രളയകാലത്ത് സൂര്യൻ്റെ ചൂട് ഇതിൻ്റെ 12 മടങ്ങ് ആയിരിക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പം എന്തുകൊണ്ടാണ് സൂര്യൻ്റെ ചൂടാണ് ഇന്ന് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത്? അപ്പം ഈ ലോകത്തിൻ്റെ നാശ സമയത്തിന് മുമ്പ് തന്നെ സൂര്യൻ്റെ ഇത്തരത്തിൽ ഒരു ചൂടിൻ്റെ പ്രഭാവം നമുക്ക് അനുഭവിക്കാൻ ഇടവരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ലോകം ഈ കൃത്രിമത്വവും ഇല്ലേ മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് സമയത്തിന് മുമ്പ് തന്നെ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയെന്നർത്ഥം. ഇപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ തന്നെയാണ് ലോകാവസാനത്തിന്
നിമിത്തമായി വന്നു ഭവിക്കുക എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രളയകാലത്ത് സൂര്യൻ്റെ ചൂട് അന്ന് ഈ ശിവജ്വരത്തിൻ്റെ ഈ യുദ്ധത്തിൽ ശിവൻ ശ്രീകൃഷ്ണനെതിരെ പ്രയോഗിച്ചതാണ് ശിവജ്വരം. അതിൻ്റെ 12 മടുത്ത ചൂടാണ് ഈ ശിവജ്വരത്തിൻ്റെ പ്രകൃതം. അതിൻ്റെ 12 മടങ്ങ് ചൂടാണ് സൂര്യൻ പ്രളയകാലത്ത് ഈ ഭൂമിയെ നശിപ്പിക്കാൻ, ഇല്ലേ ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഈ 12 മടങ്ങ് ചൂടിന് ശിവജ്വരം എന്ന് പറയുന്നത്. ശിവജ്വരം എന്ന ഒരു മാരകായുധത്തിൻ്റെ മൂർത്തിക്ക് 3 ശിരസും 3 കാലുകളും ഉണ്ടായിരുന്നു. അവൻ ഭഗവാൻ കൃഷ്ണനോട് അടുക്കും തോറും സർവം ഭസ്മമാക്കി തീർക്കുന്നത് പോലെ കാണപ്പെട്ടു. ജ്വലിക്കുന്ന അഗ്നി ചുറ്റിലും പ്രസരിക്കാൻ പോകുന്ന ശക്തി അവനുണ്ടായിരുന്നു. അവൻ കൃത്യമായിട്ട് തൻ്റെ നേർക്കാണ് വരുന്നതെന്ന് കൃഷ്ണൻ കണ്ടു. ശിവജ്വരം എന്ന പോലെ തന്നെ നാരായണജ്വരം എന്ന പേരുള്ള ഒരു ആയുധമുണ്ട്. അതിശൈത്യമാണ് അതിൻ്റെ സ്വഭാവം. അത്യുഷ്ണം വല്ല വിധേനയും സഹിക്കാം. പക്ഷേ അതിശൈത്യത്തിൽ സർവവും തകർന്നു പോകുക ഉള്ളൂ. മരണസമയത്ത് ഇതാണത്രേ അനുഭവപ്പെടുന്നത്. മരണസമയത്ത് ശരീരത്തിൻ്റെ താപനില ആദ്യം 107 ഡിഗ്രി ആയി ഉയരും. തുടർന്ന് പെട്ടെന്ന് മഞ്ഞുകട്ട പോലെ തണുത്തു ശരീരത്തിന് നാശം സംഭവിക്കുകയും ശിവജ്വരത്തിൻ്റെ കടുത്ത ചൂടിനെ നേരിടാൻ നാരായണജ്വരം അല്ലാതെ മറ്റൊരായുധവുമില്ല. അപ്പോൾ ഒരു മരണസമയത്ത് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന ആ ശിവൻ്റെ ശക്തി കൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഉഷ്ണം കൂടുക ചെയ്യുക, ശിവജ്വരം എന്നാണ് പറയുക. അപ്പം അത് 107 ഡിഗ്രി വരെ ചൂടിലെത്തുന്ന പറയണത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നാരായണജ്വരം, നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ നാരായണജ്വരത്തിൻ്റെ പ്രത്യേകത എന്താ? അതിശൈത്യം. അപ്പോൾ ഈ ചൂട് ശരീരത്തിന് വർദ്ധിച്ചാൽ അതേ സമയം തന്നെ നാരായണജ്വരം പിടിപെട്ട് ഈ ചൂടിനെ നിമിഷ നേരം കൊണ്ട് മരവിപ്പിക്കും. ചൂട് കൂടിയിരിക്കുന്ന അവസ്ഥയെ അതിശൈത്യം കൊണ്ട് മരവിപ്പിക്കുമ്പം ശരീരം നിശ്ചലമായി പോകും. അപ്പോഴാണ് ജീവൻ ശരീരം വിട്ടുപോകുന്നത് എന്ന് പറയുന്നത്. അപ്പം ഈ യുദ്ധത്തിൻ്റെ തന്നെ ഇല്ലെങ്കിൽ ശിവജ്വരവും നാരായണജ്വരത്തിൻ്റെയും പ്രകടഭാവം കാണിക്കുന്നത് ഒരു മരണം ശരീരത്തിന് സംഭവിക്കുന്ന, ഇല്ലെങ്കിൽ ശരീരത്തിന് ഹാനി സംഭവിക്കുന്നത്, ക്ഷതം സംഭവിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് ഈ പ്രപഞ്ച ഘടകങ്ങളിൽ തന്നെ സൂര്യതാപം കൊണ്ട് ശരീരം അമിതമായിട്ട് ചൂടാകുന്ന അവസരത്തിൽ അവിടെ ജലാംശമാകുന്ന ശരീരത്തിൽ തന്നെയുള്ള ജലാംശം, നാരായണൻ്റെ ശക്തി അതുമായിട്ട് ഏറ്റുമുട്ടും. കഠിനമായ താപത്തോട് ഏറ്റുമുട്ടുമ്പം അതിശൈത്യമുണ്ടായ ശരീരത്തിന് ക്ഷതമുണ്ടാകും. അതിൽ നാരായണൻ തന്നെ ജയിക്കും. പക്ഷേ ജീവൻ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ശിവജ്വരത്തിൻ്റെ കടുത്ത ചൂടിനെ നേരിടാൻ നാരായണജ്വരം അല്ലാതെ മറ്റൊരു ആയുധവുമില്ല. അപ്പം ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ എന്നുകൂടി ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.